നമ്മൾ ചോദിച്ചപ്പോൾ അവർ പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ വലിയ മഴ സമയങ്ങൾ വരുമ്പോൾ ഈ സാധനം മൊത്തത്തിൽ ഇതേപോലെ സെറ്റോടെ മാറ്റി വയ്ക്കുക. കാരണം നമ്മൾ അടുത്തവിടെ ഒരു കല്യാണ ഫംഗ്ഷൻ വന്നാലും അവിടെ മാറ്റായിട്ട് നമുക്ക് ഇത് ഉപയോഗിച്ചിട്ട് തിരിച്ച് അതേപോലെ കൊണ്ടുവന്ന് കണ്ട ഒട്ടിച്ച് വയ്ക്കാൻ പറ്റുന്ന രീതിയിലാണ് ഇവിടുത്തെ ടാറിംഗ് ചെയ്തിട്ടുള്ളത്. ജാപ്പനീസ് ടെക്നോളജി എന്നുള്ള രീതിയിലാണ് ഇവിടുത്തെ നാട്ടിൽ പറയപ്പെടുന്നത്. ഇത് വെമ്പായം മതപുരം ചീരാണിക്കൽ റോഡാണ്. കഴിഞ്ഞ വെള്ളിയാഴ്ച വന്ന് ഇവിടെ ടാർ ചെയ്തിട്ട് പോയി. ആ ടാർ ചെയ്തിട്ട് പോയി കറക്റ്റ് ഇന്ന് വെള്ളിയാഴ്ചയാണ്. ഒരു വെള്ളിയാഴ്ചയ്ക്ക് അകത്ത് ഇവിടുത്തെ കംപ്ലീറ്റ് റോഡ് ടാർ വീണ്ടും ഒന്നും നശിച്ചിരിക്കുകയാണ്. സോപ്പ് മന്ത്രി ജി അനിൽ 2 കോടി രൂപ അനുവദിച്ചു. വണ്ടി ഒന്നും ഓടാൻ പാടില്ല ടാർ ചെയ്തതിന് ശേഷം. അതുകൊണ്ടാണ് ഇങ്ങനെ ഇളപ്പോയെന്നാണ് പറയുന്നത്. ചെയ്തിട്ടുള്ള ഏറ്റവും വലിയ വർക്കാണ്. പൈസ അങ്ങനെ കിട്ടൂല, ആ പൈസ അങ്ങനെ മുടക്കിയാണ് പാർട്ടി മെമ്പർ നിലവിടെ അത് പറഞ്ഞു. 2 മഴ പെയ്യുമ്പേ ഇതിപ്പോ പോകില്ല. ഇത്രയും പൊക്കത്തിനെ ഇനി ഒരു വണ്ടി സൈഡ് കൊടുക്കും, ഇത് മൊത്തം ഇടിഞ്ഞു പോകും. നമ്മുടെ നാട് എന്ത് മാറ്റമാണ് മാറിയിരിക്കുന്നത്. ഇതുപോലെയുള്ള ടെക്നോളജികൾ വേറെ എവിടെയാണ് നമ്മുടെ രാജ്യത്ത് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്? പിന്നെ ബ്രോ പറഞ്ഞതുപോലെ ഈ ഒരു ടെക്നോളജി ചൈനക്കാരുടെ കയ്യിൽ പോലും ഇല്ല. ഇത് നമ്മുടെ സ്വന്തം, നമ്മുടെ നാട്ടിലെ കേരളത്തിലെ PWDയുടെ സ്വന്തം ടെക്നോളജിയാണ്. ഈ ഒരു ടെക്നോളജിയെ കുറിച്ച് പഠിക്കാൻ വേണ്ടിയിട്ട് ചൈനയിൽ നിന്ന് ആൾക്കാർ ഇങ്ങോട്ട് വരുന്നുണ്ട് എന്നാണ് ഞാൻ അറിഞ്ഞത്. എന്തൊരു മാറ്റമാണ് നമ്മുടെ നാടിന് സംഭവിച്ചത്. എന്തായാലും വല്ലാത്ത